കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ കാഞ്ചിയാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് പന്തംകൊളുത്തി പ്രകടനം നടത്തി. കർഷക സംഘം ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടാണ് സമരം സംഘടിപ്പിച്ചത്. വന്യജീവി ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് കർഷക സംഘം കട്ടപ്പന ഏരിയ കമ്മിറ്റി കാഞ്ചിയാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് പന്തംകൊളുത്തി പ്രകടനം നടത്തിയത്. കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം കാലോചിതമായി ഭേദഗതി ചെയ്യുക, മനുഷ്യജീവിതം സംരക്ഷിക്കുക, വനം വകുപ്പിന്റെ നിസ്സംഗത അവസാനിപ്പിക്കുക, വന്യജീവി ആക്രമണമുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ RRT ടീം അംഗങ്ങളെ വിന്യസിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമരത്തിൽ ഉയർന്നു. ഓരോ ദിവസവും നിരവധി ജീവനുകൾ വന്യജീവികൾ കൊന്നൊടുക്കുന്നു. ഈ വിഷയം ഒരു രാഷ്ട്രീയ പ്രശ്നമല്ല, എല്ലാ ജനസമൂഹത്തെയും ബാധിക്കുന്നതായി എന്ന് കണ്ടു വേണ്ട നടപടികളാണ് സ്വീകരിക്കേണ്ടത്. കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്നും സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കർഷക സംഘം ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റ്യൻ പറഞ്ഞു. അത് VD സതീശനായിട്ടുള്ള ഒരു പോര് കൊണ്ടാണെങ്കിലും പുള്ളി പറഞ്ഞ ഒരു സത്യാവസ്ഥയാണ്, ഒരു സത്യമാണ് വിശദീകരിച്ചത്. അവർക്ക് തന്നെ ആത്മപരിശോധന നടത്തി അറിയാലോ. ഇവിടെ ഓരോ നിയമങ്ങൾ കൊണ്ടുവന്നു, എല്ലാം കൊണ്ടുവന്നു കോൺഗ്രസിന്റെ കാലത്ത്. 1972 വന്യജീവി സംരക്ഷണ നിയമം കോൺഗ്രസാണ്. 1980 വനസംരക്ഷണ നിയമം കോൺഗ്രസാണ്. 1973 ടൈഗർ പ്രോജക്ട് കൊണ്ടുവന്ന് ഈ കടുവാ സങ്കേതങ്ങളെല്ലാം ഉണ്ടാക്കിയത് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്. 1986 പരിസ്ഥിതി നിയമം കൊണ്ടുവന്നതും കോൺഗ്രസാണ്. അതിനുശേഷം 2011-12 കാലത്ത് മാധവ് ഗാഡ്ഗിൽ, കസ്തൂരി രംഗൻ, ജയറാം രമേശിന്റെ കാലത്തെ ബഫർ സോൺ എല്ലാം ഇവരുടെ കാലത്താണ്. നിങ്ങളുടേതാണ് മൊത്തം. നേതാക്കളായ മാത്യു ജോർജ്, KN ബിനീഷ് കുമാർ, KN ബിനു, VV ജോസ്, KC ബിജു, KP സജി, N രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രകടനത്തിലും യോഗത്തിലും നിരവധി പേർ പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.